ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്തിന് സാറേ കാര്യം? കൊഞ്ചം അங்கே പാரு കണ്ണ. അതായത് ഇപ്പൊ നയൻതാരയുടെയും നമ്മുടെ വിജയുടെയും സാലറി എടുക്കുകയാണെങ്കിൽ വിജയുടെ സാലറി 100 കോടിയാണെങ്കിൽ ഇന്ന് വൺ ഓഫ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്റ്റാർസ് ആണ്. ഞാൻ പറഞ്ഞത് തമിഴിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർസിൽ ഒരാളാണ് വിജയ്. അങ്ങനെയല്ല നോക്കണ്ടോ, വിജയുടെ പോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് അത്ര സാലറി കിട്ടില്ല. All the dreams like twinkle stars. The twinkle stars like glowing gems. ഇല്ല. അപ്പൊ എങ്ങനെയാ ശരിയാവോ? പുലയാടി മോനെ, ഞാൻ വെറും ഓണെന്ന് കരുതിയോടാ. അങ്ങനെയാകെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന നടന്മാർക്കൊക്കെ വിജയുടെ എത്ര കാശ് കിട്ടുണ്ടോ? വേറെ ആരെയും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന മമ്മൂട്ടിയിൽ മോഹൻലാലിന് എത്ര കാശ് കിട്ടണത് കറക്റ്റ് ആയിട്ട് അറിയില്ല. അവർക്ക് 15 കോടി നമുക്ക് വാങ്ങിയിട്ടില്ല. മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം മരക്കഴുത. ലാലേട്ടനൊക്കെ ഇപ്പോഴല്ല വാങ്ങുന്നത്. വിജയുടെ ശമ്പളം എത്രയാ? 100 കോടി. മമ്മൂക്കാനോട് മോഹൻലാലിനേക്കാൾ നല്ല ആക്ടറാണോ? അല്ല, ഒരിക്കലും അല്ല. പിന്നെ എങ്ങനെ? കമലഹാസനേക്കാൾ നല്ല ആക്ടറാണോ വിജയ്? ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള 2 താരങ്ങൾ എടുത്താൽ ഒന്ന് ഷാരൂഖ് ഖാനും ഒന്ന് വിജയുമാണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ. അപ്പൊ എങ്ങനെ ഇവർക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്നു? അപ്പോ ഒരു സാധനം നല്ലതാവണമെന്നില്ല കൂടുതൽ പ്രതിഫലം കിട്ടാൻ. അതാണാവണമെന്നില്ല, പെണ്ണാവണമെന്നില്ല. മനസ്സിലായ? മദ്യല്ല ഏറ്റവും വിറ്റ് പോണ, ബൈബിളല്ലോ. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ. തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ.